പട്ടിണിയിൽ കുതിർന്ന മക്കളുടെ കണ്ണുകളിൽ നോക്കിയിട്ട് രാവിലെ വീട്ടിൽ നിന്ന് ജോലിക്കിറങ്ങുക. വൈകിട്ട് ജോലി കഴിഞ്ഞ് വെറും കൈയോടെ വീട്ടിലെത്തുമ്പോൾ ആശയോടെ നോക്കുന്ന മക്കളുടെ കണ്ണിലേക്ക് നോക്കാനാകാതെ തലകുനിക്കുക. ചുരുങ്ങിയ മാസങ്ങൾക്ക് മുമ്പ് വരെ ഏറെക്കാലം KSRTC ജീവനക്കാർ അനുഭവിച്ചിരുന്ന വലിയൊരു ദുരന്തമായിരുന്നു ഇത്. ഇതിൽ നിന്ന് തൽക്കാലത്തേക്കെങ്കിലും KSRTC ജീവനക്കാരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞത് മന്ത്രി ഗണേഷ് കുമാറിനാണ്. നമസ്കാരം, വില്ലേജ് ന്യൂസ് വെബ് ടിവിയിലേക്ക് സ്വാഗതം. KSRTC ജീവനക്കാർ നന്ദിയോടെയും സ്നേഹത്തോടെയും മന്ത്രി ഗണേഷ് കുമാറിനെ നോക്കി കാണുന്നുണ്ടെങ്കിലും അത് എത്ര കാലത്തേക്ക്? ഇനി ചുരുങ്ങിയ മാസങ്ങൾ മാത്രമായിരിക്കും ഗണേഷ് കുമാറിന്റെ കാലാവധി. അടുത്ത തവണ LDF തന്നെ അധികാരത്തിൽ വരുമോ? അധികാരത്തിൽ വന്നാൽ ഗണേഷ് കുമാർ മന്ത്രിയാകുമോ? മന്ത്രിയായാൽ തന്നെ വകുപ്പ് KSRTC ആയിരിക്കുമോ? ഇതിനെല്ലാം ഉപരി ഗണേഷ് കുമാർ ഇത്തവണ പത്തനാപുരത്തു നിന്നും ജയിക്കുമോ? ഇതൊക്കെ ഉത്തരം കിട്ടേണ്ട ചോദ്യങ്ങളാണ്. ഈ സഭയിൽ ഒരു മണ്ഡലത്തിനെ തന്നെ പ്രതിനിധീകരിക്കുന്ന അപൂർവം MLA-മാരിൽ ഒരാളാണ് ഗണേഷ് കുമാർ. മന്ത്രി മത്സരിക്കാൻ തുടങ്ങിയത് തന്നെ പത്തനാപുരത്താണ്. ഗണേഷ് കുമാറിന്റെ വിജയങ്ങളാണ് പത്തനാപുരം മണ്ഡലത്തെ കേരളത്തിലാകെ ശ്രദ്ധേയമാക്കിയത്. കഴിഞ്ഞ 5 തവണ അജയ്യനായാണ് ഗണേഷ് കുമാർ പത്തനാപുരത്തു നിന്നും ജയിച്ചു പോന്നിരുന്നത്. എന്നാൽ ഇത്തവണ സ്ഥിതി അത്ര ശുഭകരമല്ല എന്നാണ് പത്തനാപുരത്തു നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ. പത്തനാപുരത്തെ LDF സ്ഥാനാർത്ഥി ഗണേഷ് കുമാർ തന്നെയാണ് എന്ന് ആർക്കും ഉറപ്പിക്കാം. ഇത് ഗണേഷ് കുമാറിന് 6ാം ഊഴമാണ്. ഗണേഷ് കുമാറിന്റെ പിതാവായിരുന്ന പരേതനായ R ബാലകൃഷ്ണപിള്ളയും ആദ്യം മത്സരിച്ചത് പത്തനാപുരത്താണ്. അതാണ് ഗണേഷിനെ രാഷ്ട്രീയ രംഗത്ത് ഇറക്കാൻ തീരുമാനിച്ചപ്പോൾ R ബാലകൃഷ്ണപിള്ളയെ ഈ മണ്ഡലം തിരഞ്ഞെടുക്കാൻ പ്രേരിപ്പിച്ചത്. പക്ഷേ എല്ലാ തവണത്തെയും പോലെ ഇത്തവണ കാര്യങ്ങൾ അത്ര ഈസി ആയിരിക്കില്ലെന്നാണ് സൂചനകൾ. കഴിഞ്ഞ തവണ ഗണേഷ് കുമാറിനോട് മത്സരിച്ച് തോറ്റത് കോൺഗ്രസ് നേതാവായ ജ്യോതികുമാർ ചാമക്കാലയാണ്. കോൺഗ്രസിലെ ശ്രദ്ധേയരായ യുവ നേതാക്കളിൽ പ്രമുഖനാണ് ജ്യോതികുമാർ. കോൺഗ്രസിലെ തെരഞ്ഞെടുപ്പ് സ്ട്രാറ്റജി വിദഗ്ധനായ ചാമക്കാലയായിരുന്നു കഴിഞ്ഞ 5 വർഷങ്ങൾക്കിടയിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്തത്. സാമ്പത്തിക കൃത്യതയിൽ കണിശക്കാരനായ ജ്യോതികുമാർ പ്രചാരണ വേദികളിൽ ഒന്ന് മുഖം കാണിച്ചില്ലെങ്കിലും പിന്നിൽ നിന്ന് ഊർജം പകർന്നവരിൽ ഒരാളാണ്. അഴിമതി തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത പൊതുപ്രവർത്തനത്തിനുടമയായ ചാമക്കാലയോട് വേണം മറ്റു പല കാര്യങ്ങളിലും ദുഷ്പേരുകൾ കേൾപ്പിച്ചിട്ടുണ്ടെങ്കിലും അഴിമതിയുടെ കുപ്രസിദ്ധി ഗ്രസിക്കാത്ത പ്രസംഗങ്ങളിൽ ചൂട് പകരാറുള്ള ഗണേഷ് കുമാറിനെ ഏറ്റുമുട്ടാൻ അതേ നാണയത്തിൽ തിരിച്ചടിക്കാൻ അറിയാവുന്ന ചാമക്കാലയാണ് പ്രതിയോഗി. വിടുവായത്വവും അഹങ്കാര ജൽപ്പനങ്ങളും ഇല്ലാതെ കാര്യങ്ങൾ പഠിച്ച് കൃത്യതയാർന്ന വാക്കുകളിലൂടെ എതിരാളികളുടെ ചങ്കു തുളയ്ക്കുന്ന ജ്യോതികുമാർ ഇത്തവണ മത്സരത്തിനിറങ്ങുന്നത് കഴിഞ്ഞ പരാജയത്തിന്റെ നിലപാട് തറയിൽ നിന്നാണ്. അത് ഗണേഷ് കുമാറിനെ കുറച്ചൊന്നുമായിരിക്കില്ല കുഴയ്ക്കാൻ പോകുന്നത്. പത്തനാപുരം ആദ്യകാലത്ത് ആനപ്പട്ടണം എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. കാട്ടാനകളെ ചട്ടം പഠിപ്പിക്കുന്ന കേന്ദ്രം സമ്മാനിച്ച പ്രശസ്തിയായിരുന്നത്. പിന്നീട് എപ്പോഴോ അത് പത്താനപുരവും പിന്നെ പത്തനാപുരവുമായെന്നാണ് പഴമക്കാർ പറയുന്നത്. മുൻകാലത്ത് CPI-യുടെ ഒരു കോട്ടയായിരുന്നു ഇവിടം. CPI ആയിരുന്നു ഇരു മുന്നണികളിലും നിന്നപ്പോൾ ഇവിടെ മത്സരിച്ചിരുന്നത്. മത്സരിച്ച 13 തെരഞ്ഞെടുപ്പുകളിലും പാർട്ടി ഇവിടെ വിജയിച്ചു. ആ ജൈത്രയാത്രയ്ക്കാണ് 5 തെരഞ്ഞെടുപ്പുകൾ മുൻപ് ഗണേഷ് കുമാർ തടയിട്ടത്. 2001 ഇപ്പോൾ CPI-യുടെ കേന്ദ്ര എക്സിക്യൂട്ടീവ് അംഗമായ പ്രകാശ് ബാബുവിൽ നിന്ന് മണ്ഡലം തട്ടിയെടുത്താണ് ഗണേഷ് കുമാർ വിജയത്തിന് തുടക്കമിട്ടത്. അന്ന് ഗണേഷ് കുമാർ UDF-ലായിരുന്നു. ഇന്ന് ആദ്യത്തെ എതിരാളികളായ CPI-യും ഗണേഷിന്റെ കൂടെയുണ്ട്. ഗണേഷ് മുന്നണി മാറിയെങ്കിലും എതിരാളികൾ ഓരോ തവണ മാറി മാറി വന്നെങ്കിലും ഗണേഷ് ഇതുവരെ പരാജയപ്പെട്ടിട്ടില്ല. 2016 മണ്ഡലം കണ്ടത് ചലച്ചിത്ര താരങ്ങൾ തമ്മിലുള്ള മത്സരമായിരുന്നു. ഗണേഷ് കുമാറിന് എതിരാളിയായി വന്നത് ചലച്ചിത്ര താരങ്ങളായ ജഗദീഷും ഭീമൻ രഘുവുമായിരുന്നു. മോഹൻലാലിനെയും ദിലീപിനെയും കാവ്യ മാധവനെയും പ്രചരണത്തിന് ഇറക്കിയാണ് ഗണേഷ് അന്ന് ഇതിനെ നേരിട്ടത്. കഴിഞ്ഞ തവണ ഗണേഷിന്റെ നിത്യവിമർശകനായ ചാമക്കാലയെ 14,000-ൽ പരം വോട്ടിന് തോൽപ്പിച്ചാണ് ഗണേഷ് വിജയിച്ചത്. എന്നാൽ ഇത്തവണ അതേ എതിരാളി രണ്ടും കൽപ്പിച്ചാണ് രംഗത്തിറങ്ങാൻ ഒരുങ്ങുന്നത്. അന്നു മുതൽ ജ്യോതികുമാർ മണ്ഡലത്തിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. മണ്ഡലത്തിൽ വീടെടുത്ത് സ്ഥിരം താമസമായി. രാവും പകലും സജീവം. ഏതു കാര്യത്തിനും എപ്പോഴും സമീപിക്കാവുന്ന ഒരാൾ. അഹങ്കാരം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത, ചെയ്യാവുന്ന കാര്യങ്ങൾ മാത്രമേറ്റ് പൊള്ളയായ വാഗ്ദാനങ്ങൾ നൽകാത്ത കണിശക്കാരൻ. ഈ നിലകളിൽ എല്ലാം മണ്ഡലത്തിൽ ശ്രദ്ധേയനായ ചാമക്കാലയാണോ ഗണേഷ് കുമാറാണോ മണ്ഡലത്തിന് കൂടുതൽ പ്രിയങ്കരൻ എന്നാണ് ഇത്തവണ മാറ്റുരയ്ക്കപ്പെടുന്നത്. ചില വോട്ട് കണക്കുകളും ഇത്തവണ ജ്യോതികുമാറിന് അനുകൂലമാകുന്നു. 2018 മണ്ഡലത്തിലെ 8 പഞ്ചായത്തുകളിൽ UDF-ന് ഒരെണ്ണം മാത്രമേ സ്വന്തമായി ഉണ്ടായിരുന്നുള്ളൂ. ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അത് 6ആയി വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു. 20 ബ്ലോക്ക് ഡിവിഷനുകളിൽ 16 എണ്ണവും ഇത്തവണ UDF-ന് സ്വന്തമാക്കാനായി. 3 ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിൽ 2 എണ്ണവും ഇന്ന് LDF-നോടൊപ്പമാണ്.
തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വോട്ട് നില ആയിരിക്കില്ല നിയമസഭാ തെരഞ്ഞെടുപ്പിലെന്ന യാഥാർത്ഥ്യം നിലനിൽക്കുന്നുണ്ടെങ്കിലും ഈ ഭരണത്തോടുള്ള ജനരോഷത്തിന്റെ പ്രതിഫലനമായി അതിനെ കാണാം. അങ്ങനെയെങ്കിൽ ഈ ജനരോഷത്തെ അതിജീവിക്കാനാകുന്ന വ്യക്തിപ്രഭാവം ഗണേഷ് കുമാറിനുണ്ടോ എന്ന് തെരഞ്ഞെടുപ്പ് ഫലം വന്നാലേ പറയാനാകൂ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി വില്ലേജ് ന്യൂസ് വെബ് TV സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഒപ്പം കമന്റ് ആൻഡ് ഷെയർ കൂടി ചെയ്യുക.